പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹിമാലയത്തിന്റെ പിറവി മുതലാണ് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. ലോകത്തിലെ ഉയരമേറിയ പർവ്വത നിരകളിൽ ഒന്നാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഭൗമശിലാപാളികളുടെ ചലനം ആണ് ഈ ഹിമാലയ പർവ്വതത്തിന്റെ രൂപീകരണത്തിന് കാരണം. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളെ നമ്മൾ ടെക്ടോണിക് ഫലകങ്ങൾ എന്നാണ് പറയുന്നത്. വൻകരയും അതേപോലെ സമുദ്ര ഭാഗങ്ങളും ചേർന്ന ശിലാപാളികളെ ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നു. ഈ ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്നുണ്ട്. ഈ ഭാഗത്തിനെ അസ്തനോസ്ഫിയർ എന്നാണ് പറയുന്നത്. അപ്പോ ശിലാമണ്ഡലത്തിന് താഴെ പദാർത്ഥം അർദ്ധദ്രാവകാവസ്ഥയിൽ ഉരുകിയാണ് കാണപ്പെടുന്നത്. ഈ ഭാഗത്തിനെ നമ്മൾ അസ്തനോസ്ഫിയർ എന്നാണ് പറയുന്നത്. ഈ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ, ശിലാമണ്ഡല ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ, ഇപ്പോഴും എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്തനോസ്ഫിയറിന് മുകളിലായിട്ട് ശിലാമണ്ഡലം. ഫലക ചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഫലക ചലനം മൂലം ഫലക അതിരുകളിലാണ് പർവ്വത രൂപീകരണം അടക്കമുള്ള പല പ്രവർത്തനങ്ങൾ, ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 3 തരം ഫലക അതിരുകളാണുള്ളത്. ഒന്ന് സംയോജക സീമ, മറ്റൊന്ന് വിയോജക സീമ, മറ്റൊന്ന് ഛേദക സീമ. അപ്പോൾ സംയോജക സീമ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അതിരുകളെയാണ് സംയോജക സീമ എന്ന് പറയുന്നത്. വിയോജക സീമ എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിയോജിക്കുമ്പോൾ, ഫലകങ്ങൾ തമ്മിൽ അകലുമ്പോൾ, വിയോജിക്കുമ്പോഴാണല്ലോ നമ്മൾ അകലുക, ആ സമയത്ത് രൂപപ്പെടുന്ന അതിരുകളെയാണ് വിയോജക സീമ എന്ന് പറയുന്നത്. ഇനി ഫലകങ്ങൾ തമ്മിൽ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളെയാണ് ഛേദക സീമ എന്ന് പറയുന്നത്. ഫലകങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരശ്ചീനമായിട്ട് ഉരസി മാറുന്നു. അപ്പോൾ രൂപീകരിക്കുന്ന അതിരുകളെയാണ് ഛേദക സീമ എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് നമ്മുടെ ഹിമാലയ പർവ്വതം രൂപീകരിച്ചതെന്ന് നോക്കാം. സംയോജക സീമകളിലാണ്, അതായത് ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളിൽ സമ്മർദ്ദഫലമായി ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായിട്ട് പാളികൾക്ക് വലനം, ഫോൾഡിംഗ് സംഭവിക്കുന്നു. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളെ പറയുന്ന പേരാണ് മടക്കു പർവ്വത നിരകൾ. മടക്കു പർവ്വതങ്ങൾ എന്ന് പറയുന്നത് സംയോജക സീമകളിലാണ് രൂപീകരിക്കുന്നത്. ഏകദേശം 150 മുതൽ 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. അപ്പോ ഉത്തരാർദ്ധഗോളം, ദക്ഷിണാർദ്ധഗോളം, അതില് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെ ഇടയിൽ നിലകൊണ്ടിരുന്ന ടെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് എന്ത് രൂപീകരിച്ചത്? ഹിമാലയ പർവ്വതം രൂപീകരിച്ചത്. അപ്പോ ഏതൊക്കെ ഫലകങ്ങളാണ് കൂട്ടിയിടിച്ചത് സംയോജക സീമയിലെ? ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അതിനിടയിൽ ഉണ്ടായിരുന്ന ടെതീസ് നദി ഉയർന്നു വരികയും ഹിമാലയ പർവ്വതം രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ രൂപീകരിക്കുന്ന ഈ പ്രവർത്തനത്തിന് മടക്കു പർവ്വതങ്ങൾ, വലനം എന്ന് പറയുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന പർവ്വത നിരകളെ മടക്കു പർവ്വതങ്ങൾ എന്ന് പറയുന്നു. ഇനി ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളുമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെയാണ് പഠിച്ചത്. ഇത് കൂടാണ്ട് ചില ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പർവ്വത നിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്, നിർമ്മിച്ചു കൊണ്ടൊഴുകുകയാണ് ചെയ്യുന്നത്. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോ അതേതൊക്കെ നിരകളാണെന്ന് നോക്കാം. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദി സിന്ധുവും കാളിയുമാണ്. മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത് കാളിയും ടീസ്തയുമാണ്. കിഴക്കൻ ഹിമാലയത്തെ ടീസ്തയും ബ്രഹ്മപുത്രയും വേർതിരിക്കുന്നു. ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി വരെ ഘാഘര നദിയുടെ പോഷക നദിയാണെന്ത്? ഈ കാളി നദി. അപ്പോ ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി വരെ ഉള്ള താഴ്വര ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നു. ഒന്ന് കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പോ നമ്മുടെ ഹിമാലയ മേഖലയെ
അതിലൂടെ ഒഴുകുന്ന നദികളുടെ പേരിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഇനി ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം, കശ്മീർ ഹിമാലയം. അതിൽ ആദ്യത്തെ കശ്മീർ ഹിമാലയം നോക്കാം. ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയാണ് ഉള്ളത്. അപ്പൊ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ജമ്മു കാശ്മീർ, ലഡാക്ക്. മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണിത്. കാരക്കോറും, സസ്കറും, ലഡാക്കും, പീർ പഞ്ചലും. അപ്പോ കാരക്കോറും, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ എന്നിവ കശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ്. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് K2 ഉയരം 8611 മീറ്റർ, ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നും അറിയപ്പെടുന്നു. ഇത് കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൻ, ബോൾട്ടാരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. അപ്പോൾ സിയാച്ചിനും ബോൾട്ടാരയും എന്താണെന്ന് ചോദിച്ചാൽ ഹിമാനികളാണ്. എവിടുത്തെ ഹിമാനികൾ? കശ്മീർ ഹിമാലയത്തിലെ പ്രധാന ഹിമാനികൾ. സിന്ധു നദിയും അതിന്റെ പോഷക നദികളായിട്ടുള്ള രവി, ചലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമുദ്രമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ രണ്ട് സിയാച്ചിൻ, ബോൾട്ടാരോ ഹിമാനികളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്ന പർവ്വതങ്ങളിലെ ചുരങ്ങളെ പറ്റി നമുക്ക് നോക്കാം. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായിട്ടുള്ള സ്വാഭാവിക ഇടങ്ങളെയാണ് നമ്മൾ ചുരങ്ങൾ എന്ന് പറയുന്നത്. പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരം ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോ ബനിഹാൽ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ടാണ്. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ. ഈ തടാകത്തിന്റെ കരയിലാണ് എന്ത് പട്ടണം ഉള്ളത്? ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത്. ദാൽ തടാകത്തിലെ ശിഖാരത്തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകളാണ്. അപ്പൊ ദാൽ തടാകത്തിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ശ്രീനഗർ. ദാൽ തടാകം കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന തടാകമാണ്. പർവ്വതചെരികളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകൾ മർഗുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മർഗുകൾ എന്ന് പറയുന്നത് മർഗുകളില് നമ്മൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായിട്ട് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ഇടം കൂടിയാണ്. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഇവയിൽ ചിലതാണ്. അപ്പോൾ പുൽമേടുകളാണ് മർഗുകള്. വേനൽക്കാലങ്ങളിൽ പുൽമേടായിട്ട് രൂപപ്പെടും. മഞ്ഞുകാലത്ത് അതേ മർഗുകൾ എന്ത് ചെയ്യും? മഞ്ഞു മൂടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ പ്രധാന വിനോദമാണ് സ്കീയിങ്. അടുത്തത് ഹിമാചൽ ഹിമാലയമാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് കശ്മീർ ഹിമാലയമാണ്. ലഡാക്ക്, ജമ്മു എന്നീ പ്രദേശങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കശ്മീർ ഹിമാലയം ഡിസ്കസ് ചെയ്തു. അടുത്തത് ഹിമാചൽ ഹിമാലയമാണ്. ഈ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബും, രവിയും, ബിയാസും. അപ്പൊ ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്ത് ഉൾപ്പെടുന്നു. ചിനാബ്, രവി, ബിയാസ് എന്നിവയാണ് പ്രധാനപ്പെട്ട നദികൾ. ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ് ദൗലാധർ, പീർ പാഞ്ചൽ എന്നിവ. അപ്പൊ ദൗലാധറും പീർ പഞ്ചാലും എവിടുത്തെ പർവ്വത നിരകളാണ്? ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണ്. ഈ പർവ്വത ഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണുന്നുണ്ട്. ചന്ദ്രതാലും, സൂരജ് താലും ഇവയിൽ ചിലതാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചുരമുണ്ട്. അതാണ് ബാരാലച്ച ല ചുരം. കുളു താഴ്വരയെ ലാഹുൽ സ്പിതി താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവും ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ്. അപ്പൊ നമ്മൾ നേരത്തെ ബനിഹാൽ പഠിച്ചു. ജമ്മു കാശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണെന്ത്? ജമ്മു പ്രദേശത്തെ കശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൽ ചുരം. അടുത്തത് ഇവിടുത്തെ റോഹ്താങ് ചുരം. അത് കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നു. ലഡാക്കുമായിട്ട് ഹിമാചൽ പ്രദേശിനെ ബന്ധിപ്പിക്കുന്നത് ബാരാലച്ച ല ചുരം. അടുത്തത് കുളു, ഗംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായിട്ടുള്ള താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. നമ്മൾ ജമ്മു കാശ്മീർ ഹിമാലയത്തിൽ പഠിച്ചത് മർഗുകളെ പറ്റിയിട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ സുഖവാസ കേന്ദ്രങ്ങളെ പറ്റി പഠിക്കുന്നു. ഇവിടെ നീരുറവകൾ കാണപ്പെടുന്നുണ്ട്. എവിടേക്കാണെന്ന് നമുക്ക് നോക്കാം. മഴവെള്ളം നുബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ എന്നിവ നീരുറവകളാണ്. ഇവയിൽ നിന്ന് ഭൗമതാപോർജ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലാണ് മണികരൺ നീരുറവ ഉള്ളത്. അടുത്തത് ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്.
സത്ലജ് നദിക്കും മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശത്തെയാണ് നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത് സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്. ഇവിടെ ഗഡ്വാൾ ഹിമാലയം, പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം, കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. നന്ദാദേവി, കാമറ്റ്, ബദരിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവ സ്ഥാനമായിട്ടുള്ള ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൾ, ഭീംതാൾ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. ചന്ദ്രതാലും സൂരജ് താലും ഒക്കെ എവിടെയാണുള്ളത്? അത് നമ്മൾ പഠിച്ചു. എവിടെയാണുള്ളത്? നമ്മുടെ ഹിമാചൽ ഹിമാലയത്തിലാണ് ചന്ദ്രതാലും സൂരജ് താലും ഉള്ളത്. അതേസമയം ഇവിടെ പറയുന്നത് ഭീംതാലും നൈനിതാലും ആണ്. ഇതുള്ളത് എവിടെയാണ്? അത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകൾ, ദൂണുകൾ കാണപ്പെടുന്നുണ്ട്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ദേഹ്രാദൂൺ എന്ന് ഇതിൽ പ്രസിദ്ധമായിട്ടുള്ള ഇടമാണ്. അപ്പൊ ദൂണുകൾ കാണപ്പെടുന്നുണ്ട്. അടുത്തത്, ഇവിടങ്ങളിൽ ഉയർന്ന പർവ്വതച്ചെരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുങ്യാൽ. നേരത്തെ നമ്മൾ മർഗുകളെ പറ്റി പഠിച്ചു. വേനൽക്കാല പുൽമേടുകളാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ വേനൽക്കാല പുൽമേടുകളാണ് ബുങ്യാൽ. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുങ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ദയാര ബുങ്യാലും ഗോർസോൺ ബുങ്യാലും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. ഇത്രയാണ് നമ്മുടെ പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായിട്ട് തരംതിരിച്ച ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചുരങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്, ധാരാളം ശുദ്ധജല തടാകങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്, അതേപോലെ നദികളെ പറ്റി, ഇവിടെയുള്ള നദികളെ പറ്റി നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മധ്യ ഹിമാലയത്തെ പറ്റി പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.